Question paper number 054/2025M for the post of office attendant. പരീക്ഷ നടന്ന തീയതി 21 മെയ് 2025. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചേറ്റൂർ ശങ്കരൻ നായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. വായിക്കാം. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ചേരുംപടി ചേർക്കുക. മൂന്നാമത്തെ ചോദ്യമാണ്, ഒന്നാം ലോക യുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. അടുത്ത് രണ്ടാം ലോകയുദ്ധം, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. അടുത്ത് ഹിറ്റ്ലർ, തവിട്ടു കുപ്പായക്കാർ. നാലാമത്തേത് ബെനിറ്റോ മുസോളിനി, അതിനെ കരിങ്കുപ്പായക്കാർ. ഇത്തരത്തിലാണ് ചേരുംപടി ചേർക്കേണ്ടത്. നാലാമത്തെ ചോദ്യം വീണ്ടും ചേരുംപടി ചേർക്കുക. മിറാത്ത് ഉൽ അക്ബർ, രാജാറാം മോഹൻ റോയ്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, കോമൺവീൽ മിസിസ് ആനി ബെസന്റ്, യങ് ഇന്ത്യ രാജാറാം മോഹൻ റോയ്. വീണ്ടും ചേരുംപടി ചേർക്കുക. അഞ്ചാമത്തെ ചോദ്യമാണ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഭഗത് സിംഗ്. ഗദ്ദർ പാർട്ടി, ലാല ഹർദയാൽ. മൂന്നാമത്തേത് ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. 4 ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? നിർമ്മല സീതാരാമൻ. ഏഴാമത്തെ ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം അറിയപ്പെടുന്ന പേര്? അതിനുത്തരം മാംഗോ ഷവർ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ജനുവരി 3. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വ മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അതിനുത്തരം ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. 10ാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉത്തരം, ഏക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. 11ാമത്തെ ചോദ്യം, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം, ദേശീയ ജലപാത 3 NW3 എന്ന് അറിയപ്പെടുന്നു. 12ാമത്തെ ചോദ്യം, മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം? സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ദാദാഭായ് നവറോജി. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം? നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതിൽ എല്ലാ പോയിന്റുകളും ശരിയാണ്. വായിക്കാം. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്.
എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അടുത്തത്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3ാമത്തേത്, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 4ാമത്തെ പോയിന്റ് തെറ്റാണ്, അത് വായിക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇനി 20ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണ് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 86th ഭേദഗതിയാണ്. ഈ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവൻ്റെ പേര്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെൻ്ററി കാര്യ സമിതി. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വായിക്കാം. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. 28ാമത്തെ ചോദ്യം, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അടുത്തത്, 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം, കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും. 30ാമത്തെ ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം. തിരുവനന്തപുരത്ത് പട്ടത്താണ് വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. അടുത്തത്, വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം, പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. അടുത്തത്, പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. അടുത്തത്, സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. അടുത്തത്, ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്താണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഉത്തരം, എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് 36ാമത്തെ ചോദ്യം. ഫൈലേറിയൻ വിര, മന്ത്, അതാണ് അതിൽ ശരിയായ ജോഡി. ബാക്കിയെല്ലാം തെറ്റാണ്. ഫൈലേറിയൻ വിര അത് മന്ത് രോഗം പരത്തുന്നു. രോഗാണുവിൻ്റെ പേരാണ് ഫൈലേറിയൻ വിര. 37ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. മനുഷ്യരിൽ
ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിൽ ഈ പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റ് ഏത് എന്നാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിൽ ഒന്നാമത്തേത് ശരിയാണ്. അതായത് മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അത് ശരിയാണ്. രണ്ടാമത്തേത് ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇത് തെറ്റാണ്. ഇനി 39ാമത്തെ ചോദ്യം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഇത് ചിത്രശലഭം ഇനത്തിൽപ്പെട്ട ജീവികളാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. അടുത്തത് പ്രസ്താവന. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഇതിൽ 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങൾ അതിൻ്റെ സ്രോതസ്സുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ശരിയായത് വായിക്കാം. സൂക്രോസ്, കരിമ്പ്. പോഷകം സൂക്രോസ്, സ്രോതസ്സ് കരിമ്പ്. അടുത്തത് മാംസ്യം, സ്രോതസ്സ് പയറുവർഗ്ഗങ്ങൾ. ഇനി 42ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഉത്തരം നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഉത്തരം ഉയർന്ന മർദ്ദം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. മിഥ്യാ പ്രതിബിംബം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0.7. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? അതിനുത്തരം പെഗ്ഗി വിറ്റ്സൺ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചതാര്? കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ്? ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം റാം, വോളറ്റൈൽ മെമ്മറി. അടുത്തത് ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. MICR ഇൻപുട്ട് ഡിവൈസ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+M. അടുത്തത് ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ആണ് .ods ആണ്. അടുത്തത് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് ബ്രാക്കറ്റ്.
2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? അതിനുത്തരം ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇ ക്യൂബ്. 63-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം വായിക്കാം. ക്രാക്കിംഗ് ചേരുംപടി ചേർക്കുമ്പോൾ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക, അതാണ് ക്രാക്കിംഗ്. അടുത്തത് ഫിഷിംഗ്, അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക, അത് ഫിഷിംഗ് എന്നറിയപ്പെടുന്നു. ഇനി മൂന്നാമത്തേത് സൈബർ സ്ക്വാട്ടിംഗ്. ഉത്തരം വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക, അതിന് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് അറിയപ്പെടുന്നു. നാലാമത്തേത് സൈബർ ടെററിസം, അത് ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഇങ്ങനെയാണ് ഇത് ചേരുംപടി ചേർക്കേണ്ടത്. 64-ാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശത്തിൽ പെടാത്തത് ഏത്? അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉത്തരം വായിക്കാം. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഉത്തരം പ്രൊട്ടക്ഷൻ ഓഫീസർ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വായിക്കാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58-ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയുള്ള ചോദ്യങ്ങൾ കണക്കും സയൻസുമായി ബന്ധപ്പെട്ടതാണ്, അതിനാൽ അത് വായിക്കുന്നില്ല. 91-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. അത് ശരിയായത് വായിക്കാം. ഒന്നാമത്തേത് പാടവം, അതിർത്തി, പഠിതാവ്, ഇതെല്ലാം ശരിയാണ്. അടുത്തത് ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം. മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? മഹത് പ്ലസ് ഉന്നതം, അതാണ് മഹോന്നതം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അപ്പോൾ സ്വാധീനമുണ്ടായിട്ടും അത് പരാധീനം എന്നാണ് അതിൻ്റെ വിപരീത പദം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായത് വായിക്കാം. ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഇനി 97-ാമത്തെ ചോദ്യം ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതിനുത്തരം രക്ഷകൻ, രക്ഷിക. അടുത്തത് കാന്തൻ, കാന്ത. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ, അതിൻ്റെ ഒറ്റപ്പദമാണ് പ്രേക്ഷകൻ. ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ മലയാള വാക്യം? പ്രാദേശികാധിപത്യം ആണ് ടെറിട്ടോറിയൽ ഡൊമിനേഷൻ. 100-ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇത്രയുമാണ് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക്
21 മെയ് 2025 നടന്ന പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ.